ഹായ്, ഞാൻ ജയ റെജി മത്തായി. ഡിസംബർ മാസം നല്ല തണുപ്പ്. എന്തായാലും ഇവിടെ ഡാലസിൽ ഞങ്ങൾക്ക് സ്നോ ഇതുവരെ എത്തിയില്ല. ഞങ്ങൾക്ക് സാധാരണ അത് ഫെബ്രുവരിയിലാണ് എത്തുന്നത്. പക്ഷേ ഈ തണുപ്പ് സമയത്ത് ഇവിടെ ഇപ്പം ഡേയ്സൊക്കെ ഭയങ്കര ഷോർട്ടായിട്ട് പിന്നെ അങ്ങോട്ട് ആകെ ഇരുട്ടാണ്, നേരത്തെ അങ്ങോട്ട് ഇരുട്ടാകും. അപ്പോൾ എല്ലാവർക്കും ഒരു വേറെ പല ആക്ടിവിറ്റീസ്, അതായത് നമുക്ക് സൺലൈറ്റും ചൂടും ഒക്കെ ഉള്ളപ്പോൾ എല്ലാവരും വെളിയിൽ ഭയങ്കര ആക്റ്റീവാണ്. പക്ഷേ ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് വെളിയിൽ പല ആക്ടിവിറ്റീസും ചെയ്യാനില്ല. അപ്പോൾ അതുകൊണ്ടും ഈ ക്രിസ്മസ് സമയം, അതായത് ഞങ്ങളുടെ ഇവിടെ താങ്ക്സ് ഗിവിങ് അല്ല, അതിനു മുമ്പ് ഹലോവീൻ, ഒക്ടോബർ മുതൽ ഞങ്ങൾ സെലിബ്രേഷൻ തുടങ്ങുവാണ്. അപ്പോൾ ഒക്ടോബറിൽ ഹലോവീൻ ഉണ്ട്, നവംബറിൽ താങ്ക്സ് ഗിവിങ് ഉണ്ട്, പിന്നെ ഡിസംബറിൽ ക്രിസ്മസ്, ന്യൂ ഇയർ, അങ്ങനെ. അപ്പം മെയിനായിട്ട് ഇവിടെ ചെയ്യുന്നത് ഇപ്പം ഞങ്ങൾ വീടുകളെല്ലാം പല ലൈറ്റുകളൊക്കെ ഇട്ട് അങ്ങ് ഡെക്കറേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഇരുട്ടൊക്കെ അങ്ങ് മാറി നല്ല വെളിച്ചം എല്ലായിടത്തും നമ്മൾക്കൊരു സന്തോഷം തോന്നും. അപ്പോൾ ഇവിടെ ഞങ്ങൾ അമേരിക്കയിൽ, അതായത് ക്രിസ്മസ് എന്ന് പറയുന്നത് അമേരിക്ക മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ആൾക്കാർ ആഘോഷിക്കുന്ന ഒരാഘോഷമാണ് ക്രിസ്മസ്. അപ്പോൾ ക്രിസ്മസിൻ്റെ പ്രത്യേകതയാണ് ഡെക്കറേഷൻസും കരോൾ സിംഗിങ്ങും പിന്നെ ഫുഡും. അപ്പം ഈ ഡെക്കറേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ വീടും മൊത്തമായിട്ട് ഡെക്കറേറ്റ് ചെയ്യും, അതുപോലെ തന്നെ ഞങ്ങൾ വീടിനകവും ഡെക്കറേറ്റ് ചെയ്യും. അപ്പം പിന്നെ മറ്റൊരു പ്രത്യേകതയാണ് കരോൾ സിംഗിങ്. അതായത് ഞങ്ങൾ കരോൾട്ടൺ മാർത്തോമ്മ ചർച്ചുകാർ ഞങ്ങളുടെ കരോൾ സിംഗിങ് തുടങ്ങുന്നത് എപ്പോഴും ഡിസംബർ ആദ്യത്തെ ആഴ്ചയിൽ തന്നെയാണ്, അല്ലെങ്കിൽ എല്ലാവരുടെയും വീട്ടിൽ പോകാൻ പറ്റത്തില്ല. അപ്പം ഞങ്ങൾ സാധാരണ ഡിസംബർ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഞായറാഴ്ചയും ഈ 3 ദിവസങ്ങളിൽ ഞങ്ങൾ എല്ലാവരുടെയും വീടുകളിൽ പോകും. അത് വളരെ ഒരു എൻജോയ്മെൻ്റ് ഉള്ളൊരു കാര്യമാണ്. കാരണം കരോളിന് പോകുമ്പോൾ നമുക്ക് പാട്ട് പാടാം, എല്ലാ വീട്ടിലെയും ഡെക്കറേഷൻസ് കാണാം. അതുപോലെ തന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ വളരെ ഒത്തിരി പലഹാരങ്ങൾ, അതായത് നമ്മൾ പലതും പരിപ്പുവട, സുഖിയൻ, ബോണ്ട, ഇങ്ങനെ നീണ്ട പല പലഹാരങ്ങളുണ്ട്. എനിക്കിതിലേറ്റവും ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ എല്ലാ വീട്ടുകളിലും പോയി പലഹാരം കഴിച്ച് എല്ലാം കൂടെ ഒരുമിച്ച് കഴിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം അവിടെ പലഹാരത്തിൻ്റെ അടുക്കൽ തന്നെ ഒരു സിപ്ലോക്ക് വെച്ചിട്ടുണ്ടായിരിക്കും. അതെല്ലാം നിറച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ട് എനിക്ക് മിക്കവാറും 1 മാസത്തോളം ഒരു സുഖമാണ്. കാരണം അത് ഫ്രിഡ്ജിലും ഫ്രീസറിലും ഒക്കെ വെച്ച് കഴിക്കും. അങ്ങനെ കഴിച്ച് ഞാൻ ഈ പരുവത്തിലെത്തി. എനിവേ, എന്തായാലും നമുക്കിവിടെ ഇപ്പം ഞങ്ങളുടെ കരോൾട്ടൺ മാർത്തോമ്മ ചർച്ചിൻ്റെ സെക്രട്ടറിയാണ് ഷിബു. അപ്പം ഷിബുവിൻ്റെ അനുവിന് വളരെ മനോഹരമായ ഒരു വീടാണുള്ളത്. അപ്പോൾ ഇവർക്ക് 2 പേർക്കും വീട് വളരെ നന്നായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്ത് വെക്കും. അതുപോലെ തന്നെ അവരുടെ ക്രിസ്മസ് ഡെക്കറേഷൻസിനും വളരെ ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ നമുക്ക് ഇന്ന് അകത്തോട്ട് കയറി ഇവരുടെ വീടിൻ്റെ ക്രിസ്മസ് ഡെക്കറേഷനും പിന്നെ ഇവരുടെ വീട്ടിലെ കരോൾ സിംഗിങ്ങും പിന്നെ ഇവരുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് പോകാം. ഇവരുടെ ഫുഡെന്ന് പറയുന്ന ഒരു സിഗ്നേച്ചർ ഫുഡാണ്. അതായത് അപ്പവും മട്ടൺ സ്റ്റൂവും പിന്നെ കേക്കും പിന്നെ പലതരം ഫ്രൂട്ട്സുകളും. ഇതെല്ലാം നിങ്ങൾ എന്നോടൊപ്പം വന്ന് നമുക്കിതെല്ലാം എൻജോയ് ചെയ്യാം. വരൂ അകത്തേക്ക്. ഇതാ നമ്മൾ അനുവിൻ്റെയും ഷിബുവിൻ്റെയും വീടിൻ്റെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ തന്നെ വളരെ മനോഹരമായിട്ടാണ് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വീടുമാണ്. അപ്പോൾ ഇതിനകത്തെ ഡെക്കറേഷൻ ഇതിലും വളരെ ഭംഗിയുള്ളതാണ്. നമ്മൾക്ക് അകത്തോട്ട് കയറി നോക്കാം. കാരണം എല്ലാ വർഷവും നമ്മൾ വളരെ മനോഹരമായിട്ടാണ് ഇവരുടെ വീട് ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഹായ്, മെറി ക്രിസ്മസ്. നോക്ക്, വീടിനകം വളരെ മനോഹരമാണ്. ഇവിടെ ഇപ്പം നോക്ക്, പപ്പയും മമ്മിയും ഷിബുവും അനുവും അതുപോലെ തന്നെ അനുവിൻ്റെ സിസ്റ്ററും അതുപോലെ തന്നെ ഫ്രണ്ട്സും ഫാമിലിയും എല്ലാവരും ഒരുമിച്ചാണ് ഇവിടെ ഞങ്ങൾ ഈ ക്രിസ്മസ് കരോളിനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ഇപ്പം നോക്ക്, ഇവരുടെ ഏറ്റവും വളരെ മനോഹരമായ വളരെ ഭംഗിയുള്ള ക്രിസ്മസ് ട്രീ, അതായത് ഗോൾഡൻ കളറും റെഡ് കളറും കലർന്ന ഗ്രീനയിൽ. ഇതിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ വളരെ ചെറുതാണെന്ന്. വളരെ മനോഹരമായ ഒരു ക്രിസ്മസ് ട്രീ ആണ് ഇവിടെ ഇവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ്. ഹായ്, മെറി ക്രിസ്മസ്. താങ്ക് യു. യു ലൈക്ക് ക്രിസ്മസ്? വാട്ട് യു ലൈക്ക് അബൌട്ട് ക്രിസ്മസ്? Santa? I like blocks. And Jesus. Oh, okay. Oh, you like blocks? Okay, good. Yeah, maybe Santa will bring you. Okay? Waiting for Santa's gift? Okay, good. Yeah.
അതുപോലെ തന്നെ വീടിനകത്തോട്ട് നോക്കിയാൽ ഇവിടെ എല്ലാം വളരെ മനോഹരമായിട്ടാണ് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നോക്ക്, ഓരോ മൂലയും ക്രിസ്മസ് ട്രീകളും അതുപോലെ തന്നെ പുൽക്കൂടും അതുപോലെ തന്നെ ഡൈനിങ് ടേബിളിൻ്റെ അവിടമെല്ലാം വളരെ മനോഹരമായിട്ട് മൊത്തം വീട് ക്രിസ്മസിനോടനുബന്ധിച്ച് വളരെ ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുവാണ്. അതുപോലെ തന്നെ ഞാനിവിടെ അനുവിൻ്റെ ഒരു സീക്രട്ട് കാണുവാണ്. ആ മുല്ലയാണോ വെച്ചിരിക്കുന്നത്? ഓ, ഇവർക്ക് ചെടി ഇവിടെ നോക്ക്, അതെ, വളരെ മനോഹരമായിട്ട് ചെടികളൊക്കെ ഇവിടെയുണ്ട്, ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു മുല്ല അവിടെ കിളുത്ത് വരുന്നുണ്ട്. ഞങ്ങളിവിടെ അമേരിക്കയിൽ തണുപ്പായി കഴിയുമ്പം നമ്മൾ ചെടികളെല്ലാം എടുത്ത് പെരയ്ക്കകത്ത് വെക്കും. ഇവിടെയൊക്കെ ഞാൻ കണ്ട് മുല്ല അവിടെ വെച്ചിരിക്കുന്നത്, നല്ല ഭംഗിയുണ്ട്. ആണല്ലോ, ഇത് എവിടുന്നാ? ഇവിടുത്തെയാണോ? ഇവിടുത്തെ. ഇതിന് ലൈറ്റ് ഉണ്ടല്ലേ? ഓക്കെ. വളരെ മനോഹരമായിട്ടിരിക്കുന്ന ഡെക്കറേഷൻസ് എല്ലാം. അപ്പം മമ്മിയും പപ്പയും ഫാമിലി ഫ്രണ്ട്സും എല്ലാവരും കൂടെ ക്രിസ്മസിന് വേണ്ടി ഈ വീട് മനോഹരമായിട്ട് ഡെക്കറേഷൻസിലും കുക്കിങ്ങിലും ഫുഡൊക്കെ എന്താണെന്ന് നമുക്ക് പുറകാലെ കാണാം. എനിവേ മതി. ഇപ്പം ഞാനിവിടെ നിൽക്കുന്നത് ഷിബുവിൻ്റെയും അനുവിൻ്റെയും പുൽക്കൂടാണ്. അപ്പോൾ ഷിബു അമേരിക്കയിൽ വന്നിട്ട് എത്ര നാളായി? ഞാൻ 1980 വന്ന. അപ്പം വർഷങ്ങൾക്ക് മുമ്പാണ് അമേരിക്കയിൽ വന്നതാണ്. അപ്പം നാട്ടിൽ പുൽക്കൂട് വല്ലതും ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല. അപ്പം എന്നാലും പുൽക്കൂടിൻ്റെ ഒക്കെ ഒരു ഉണ്ടാക്കണമെന്നുള്ള ഒരു ആഗ്രഹമൊക്കെ. അനു എത്ര നാളെ അമേരിക്കയിൽ വന്നിട്ട്? 97 വന്ന. അപ്പം ആ നാടിൻ്റെ ആ പുൽക്കൂടൊക്കെ ഇഷ്ടമായിരുന്നു? നാട്ടിലൊക്കെ പുൽക്കൂട് ഇഷ്ടമായിരുന്നു? ആണ്. നിങ്ങളെല്ലാവരും പുൽക്കൂടൊക്കെ ഉണ്ടാക്കുമായിരുന്നു നാട്ടില്? ആണോ? ഇങ്ങനെ നിങ്ങൾ അവിടെ പോയി ഇങ്ങനെ എന്താ നെല്ലൊക്കെ കിളിപ്പിച്ചും അല്ല നെല്ലൊക്കെ കിളിപ്പിച്ചൊക്കെ ചെയ്യുമായിരുന്നു. പുൽക്കൂട് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ആണല്ലോ, നേറ്റിവിറ്റി സീൻ. സോ ഇറ്റ്സ് എനിവെയർ ഇൻ ദി വേൾഡ് they celebrate, right? പക്ഷേ നമ്മുടെ നാട്ടിൽ എനിവെയർ ഇൻ ദി വേൾഡ് നമ്മുടെ നാട്ടിൽ നമുക്ക് എന്താണ് നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ച് നമ്മൾ ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പം നമുക്ക് ഇങ്ങനെ എല്ലാം കിട്ടുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ അതുപോലെ കഷ്ടപ്പെടണ്ട. ഇതിപ്പം എല്ലാ വർഷവും പുതിയത് വാങ്ങിക്കുന്നതാണോ? ഇല്ല, സെയിം ഫോർ ദി ലാസ്റ്റ് കഴിഞ്ഞ 10 വർഷമായിട്ട് ഇതാണ് ഉപയോഗിക്കുന്നത് അല്ലേ? വളരെ മനോഹരമായിട്ടിരിക്കുന്നു. എനിവേ ഇതങ്ങോട്ട് പിന്നെ എടുത്തു വെച്ചിട്ട് പിന്നെ തിരിച്ചു വെച്ചാൽ മതിയല്ലോ, നമ്മൾക്ക് അധികം ഹാർഡ് വർക്ക് ഇല്ല. അതുപോലെ തന്നെ ഇവിടെ ആണെങ്കിൽ നോക്ക്, ഇവിടെ നോക്ക് പൈൻ ട്രീയുടെ ഒരു ഇതുപോലെ ഇത് വെറൈറ്റിയാണ്. ഞാൻ ഇതധികം കണ്ടിട്ടില്ല. ഈ ക്രിസ്മസ് ട്രീ ഇവിടെ ഒരു ചെറിയ ഇതും ഇങ്ങനെ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് ലൈറ്റ് ചെയ്യാം, പക്ഷെ പ്ലഗ് അടുത്തില്ലാത്തത് കൊണ്ട് ഇങ്ങനെ വെച്ചിരിക്കുവാണ്. ഇത് ലൈറ്റ് ചെയ്യാം അല്ലേ? ലൈറ്റ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ മൊത്തം ക്രിസ്മസ് മയമാണ്. മോളെ കൊച്ചി എടുത്ത് കുട്ടികളൊക്കെ ആണെങ്കിൽ നല്ല ക്രിസ്മസ് ഡ്രസ്സില് അതുപോലെ തന്നെ ഇനി ഇങ്ങോട്ട് കുട്ടികളൊക്കെ വളരെ സന്തോഷത്തിലാണ്. You like Christmas? What do you like about Christmas? Santa Claus? ഇവിടെ അടുക്കളയൊക്കെ ആണെങ്കിലും വളരെ മനോഹരമായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതാണ് സ്പെഷ്യല്. ഇത് മമ്മിയുടെയും അനുവിൻ്റെയും ഹാർഡ് വർക്കാണ് ഇവിടെ കാണുന്നത്. ഫ്രൂട്ട്സ് ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ അനുവിന്റെ സ്പെഷ്യലാണ് കേക്ക്. കാരണം അനു പറയാമോ എന്തുകൊണ്ടാണ് നിങ്ങൾ എല്ലാ പ്രാവശ്യവും ഇവിടെ നിങ്ങളുടെ വീട്ടിൽ തന്നെ ക്രിസ്മസ് കരോള് എൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്യാൻ കാരണം എന്തായിരുന്നു? ഇംഗ്ലീഷ് പറഞ്ഞോട്ടെ? ഇംഗ്ലീഷ് പറഞ്ഞോ. So we like to host people, especially നമ്മുടെ ചർച്ചിലെ ആൾക്കാരെ ഹോസ്റ്റ് ചെയ്യാൻ കിട്ടുന്ന ഒരു ചാൻസ് ക്രിസ്മസിന്. And so we take advantage of that every year. ഞങ്ങൾ ഡാലസിൽ വന്നിട്ട് 15 വർഷമായി. 15 വർഷമായിട്ടും ഇവിടെ ഞങ്ങൾ ഡിന്നർ ഹോസ്റ്റ് ചെയ്യുന്നത്. And we did that. ഞങ്ങൾ അല്ലാൻ്റെ 10 വർഷം അവിടെ ഞങ്ങൾ എല്ലാ വർഷം ഹോസ്റ്റ് ചെയ്തു. So it brings joy to us to have people come and bless us with their presence. And
പാരമ്പര്യമായിട്ട് ഇങ്ങനെ പപ്പായും മമ്മിയും ചെയ്ത് ഇങ്ങനെ ചെയ്യുന്നത് കണ്ട് പരിചയമാണ്. പക്ഷെ പിന്നെ ഒരു കാര്യം എനിക്ക് ചോദിക്കാനായിട്ട്, എനിക്കറിയാം നിങ്ങൾക്ക് ഈസിലി ഫുഡ് ഓർഡർ ചെയ്യാൻ പറ്റും, അതിനൊരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനായിട്ടുള്ള കാരണം എന്താണ്? എല്ലാ വർഷവും കാരണം ഇവര് തരുന്ന ഫുഡ് എല്ലാം ഞാൻ കഴിഞ്ഞ 15 വർഷമായിട്ട് അപ്പവും മട്ടൺ സ്റ്റൂവും അല്ലെ, മട്ടൺ സ്റ്റൂവും കേക്കും ഇതെല്ലാം ഇവരുടെ സിഗ്നേച്ചറാണ്. ഇതിനൊന്നും ഒരു മാറ്റവും ഇല്ല. എനിക്ക് തോന്നുന്നില്ലേ ഈ അറേഞ്ച്മെന്റ്സിന് തന്നെ മാറ്റമുണ്ടോന്ന്. അതേ രീതിയിലാണ് ചെയ്യുന്നത്. പിന്നെ കേക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടുത്തത്. പിന്നെ ഇങ്ങനെ അത് മമ്മിക്ക് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഇഷ്ടം. ഉണ്ടാക്കി കൊടുക്കുന്ന ഇഷ്ടം. ഉണ്ടാക്കി കൊടുക്കുക മമ്മി ഉള്ളത് കൊണ്ട് ഒരു ധൈര്യമുണ്ട് അല്ലെ. അല്ലെങ്കിൽ ഇത്രയും പേർക്ക് ഉണ്ടാക്കി കൊടുക്കാന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾക്ക് എല്ലാവർക്കും ഒരു പേടി തോന്നും. അപ്പൊ ഒക്കെ ശരിക്കും പൊങ്ങുവോ, ഇത് ശരിയാവുമോ, മധുരവും പുളിയും ഒക്കെ പാകത്തിനുണ്ടോ, അതൊക്കെ. പക്ഷെ ഇന്നത്തെ കാലത്ത് കേറ്റർ ചെയ്യുന്ന ഈസി, അതാ എല്ലാവരും ചെയ്യുന്നത്. അനുവിനൊരു നിർബന്ധം, അവിടെ കൈ കൊണ്ട് മാത്രം ഉണ്ടാക്കി ആൾക്കാർക്ക് കൊടുക്കണം. ആ ഒരു നിർബന്ധത്തിൽ വെച്ചോണ്ടാണ് ഞങ്ങൾ എല്ലാ വർഷവും, ഈവൻ ദോ ഇറ്റ്സ് എ ലോട്ട് ഓഫ് വർക്ക്, ഷി ഡസ് ഇറ്റ് ബിക്കോസ് ഇറ്റ് ബ്രിങ്സ് ജോയ് ടു ഹെർ ഹാർട്ട്. അതാണ് തന്റെ മെയിൻ ഡിഷായിട്ട് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. റെഡി ആയിട്ടിരിക്കുവാണ്. കറീസ് ഇൻ ദ ഓവൻ. എന്നിവ ഇവിടെ അപ്പം, നാട്ടിലെ കള്ളപ്പം പോലെ അപ്പം ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നത്. പിന്നെ ബാക്കി കറികള്, ചായ, കാപ്പി എല്ലാം റെഡി ആയിട്ടിരിക്കുന്നു. എല്ലാവരും വന്നു കഴിയുമ്പോൾ നമുക്കത് കാര്യമായിട്ട് എടുക്കാം. വെച്ച് നമ്മൾക്ക് അതൊന്നും ചൂട് കളയണ്ട. പിന്നെ മറ്റൊരു സ്പെഷ്യലാണ് അവിടെ റെഡും ക്രീമും, റെഡും ഗോൾഡും. ഇവിടെയാണെങ്കിൽ നമ്മൾക്ക് വൈറ്റ് ആൻഡ് സിൽവർ. ഇത് വെരി റെയർ ഒരു കോമ്പിനേഷൻ ആണ്. ഇത് കഴിഞ്ഞ വർഷവും ഇത് തന്നെയായിരുന്നു അല്ലേ? ഡിഫറെന്റ് ഡെക്കറേഷൻ അല്ല, കളർ കോമ്പിനേഷൻ നിങ്ങൾ എല്ലാ വർഷവും സെയിം കളർ കോമ്പിനേഷൻ ആണ്, പക്ഷേ ഡെക്കറേഷൻസ് മാറ്റും. ഇത് കണ്ടിട്ടുണ്ടോന്ന് അറിയത്തില്ല, നിങ്ങൾക്കൊക്കെ പരിചയമുണ്ടെന്നത് ക്രിസ്മസ് ട്രീ തന്നെ മൂവ് ചെയ്യുന്നത്, റൊട്ടേറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ അവിടെയും ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ വെച്ചിരിക്കുന്നു. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടോ ക്രിസ്മസ്? ഇപ്പം ഞങ്ങളിപ്പോ കുറച്ച് പേര് ഇവിടെ ഇപ്പം വന്ന് ബാക്കിയുള്ള ക്രിസ്മസ് കരോളിൻ വെയിറ്റ് ചെയ്തിരിക്കുവാണ് ഞങ്ങള്. അതായത് എനിക്ക് ജോലിയായിരുന്നു. അപ്പൊ ജോലി കഴിഞ്ഞപ്പം എനിക്കിത് വളരെ ഒരു ആഗ്രഹമുള്ളൊരു കാര്യമായിരുന്നു. കാരണം ഇവിടെ മമ്മിയും പപ്പയും ഉണ്ട്, അതുപോലെ തന്നെ എല്ലാവരും ഉണ്ട്. അപ്പം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹൗസാണ്. ഇവരുടെ ഡെക്കറേഷൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. ക്രിസ്മസ് ഡെക്കറേഷൻ മാത്രമല്ല, അല്ലാതെ തന്നെ മൊത്തം വീട് നല്ല ഡെക്കറേറ്റ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. അപ്പം അത് അന്ന് കുറച്ച് നാളായിട്ടുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു ഈ വീഡിയോ ഒന്ന് ചെയ്യണമെന്ന്. ഇതിന് അവസരം തന്നതിന് ഒത്തിരി നന്ദി. ബാക്കി നമുക്ക് ക്രിസ്മസ് കരോളൊക്കെ കാണാം. പിന്നെ ഞാൻ അനുവിനോട് എപ്പോഴും ചോദിക്കും, ഇത് എല്ലാ വർഷവും ഇവിടെ ക്രിസ്മസ് കരോൾ എൻഡ് ചെയ്യുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. പക്ഷെ ഞങ്ങളിവിടെ വരുമ്പോൾ അതിലും ഇരട്ടി സന്തോഷമുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ അനു പറയും ആ സന്തോഷം എന്താണെന്ന്. ഈ ക്രിസ്മസിന്, ഈ ഡിസംബറിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സന്തോഷകരമായ, ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം എന്താണ് നടന്നത്? ഞങ്ങളുടെ ലൈഫിലെ ഏറ്റവും ബ്ലെസ്സിങ് ആയിട്ട് 7 years we prayed for a child. And God blessed us with Samuel. I prayed for Samuel. എൻ്റെ മോൻ്റെ പേര് ഷോൺ സാമുവൽ മാത്യു എന്നാണ്. അവനെ തന്നിപ്പോൾ അവൻ അവിടെ ഇല്ല, ഒരു ബാസ്കറ്റ്ബോൾ ടൂർണമെൻറ്റ് ഹ്യൂസ്റ്റണിൽ പോയിരിക്കുക. എന്നിട്ട് നമ്മുടെ ചർച്ചിൻ്റെ ബാസ്കറ്റ്ബോളിലും പുള്ളി ഒത്തിരി ആക്റ്റീവാണ്. അതെ, കഴിഞ്ഞ ബാസ്കറ്റ്ബോളിൽ അവൻ കാരണമാണ് നമ്മുടെ ചർച്ചിന് ട്രോഫി കിട്ടിയത്. ഞാൻ ആ കളി ഓർക്കുന്നുണ്ട്, നന്നായിട്ട് കളിക്കും. അല്ല, ട്രൂപ്പ് എല്ലാവരും നല്ലായിരുന്നു, പക്ഷെ ആ ലാസ്റ്റ് മൊമെന്റിൽ അവന്റെ കളി നല്ല പെർഫോമൻസ് വളരെ നല്ലതായിരുന്നു. That special day was 20 years ago. 20 വയസ്സുണ്ട് മോനെ. So ever since then we celebrate Christmas with an extra blessing. So we are happy to host people to give back for all the blessings that we received.
അതെ, അത് തന്നെ വളരെ സന്തോഷകരമാണ്. ഇപ്പം അറിയാവുന്ന തരത്തിൽ എൻ്റെ മോൻ ജോയലിൻ്റെ ഡ്യൂ ഡേറ്റ് December 25 ആയിരുന്നു. പക്ഷെ അവൻ November 25 1 month ഏർലിയിൽ വന്ന്. അതുകൊണ്ടാണ് അവന് നോയൽ എന്ന് പേരിടുന്നതിന് പകരം അവനെ ജോയൽ എന്ന് പേരിട്ടത്. അപ്പം ഞങ്ങൾക്ക് തൈസ്ക്രീമിന് ഒരു ബ്ലെസ്സിങ്സ് കിട്ടി. നിങ്ങൾക്ക് ഏറ്റവും വളരെ ആർക്കാണ് ഡിസംബറിൽ ഒരു കുഞ്ഞിനെ ജനിക്കാൻ ആഗ്രഹിക്കാത്തത്? അപ്പോൾ ആ ദൈവത്തിന് തക്ക സമയത്ത് ആ തിരുപ്പിറവയുടെ തന്നെ മാസത്തിൽ നല്ലൊരു മോനെ തന്ന് ദൈവം അനുഗ്രഹിച്ച് ഇനി കൂടുതലായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഈ ഹോസ്പിറ്റാലിറ്റി അത് എൻജോയ് ചെയ്യുന്നതിന് ഞങ്ങൾക്കൊരു മടിയുമില്ല. താങ്ക് യു. ഈ ക്രിസ്മസ് കരോൾ ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. പക്ഷെ അതിനു മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, ഇപ്പം നോക്കിക്കുക, ഇവിടെ എല്ലാം ഡെക്കറേറ്റ് ചെയ്ത് വീടൊക്കെ നല്ല ക്ലീനാണ്. അതുപോലെ തന്നെ ഫുഡും എല്ലാം റെഡിയാണ്. പക്ഷേ ഇത് എങ്ങനെയാണെന്ന് അറിയാമോ? എപ്പോഴും ഞങ്ങൾ ഒരിക്കലും ഒരു ഫാമിലിയെ തനിയെ ചെയ്യാനായിട്ട് ഞങ്ങൾ ഒരിക്കലും ഇത് അനുവദിക്കത്തില്ല. ഞങ്ങൾ എപ്പോഴും ഫാമിലിയായിട്ട് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ളവരും ഫ്രണ്ട്സും ആരുടെ വീട്ടിലാണോ കരോള് അവരുടെ വീട്ടിൽ ഞങ്ങളൊരു 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ നേരത്തെ വന്ന്, കാരണം ഞങ്ങളുടെ കരോൾട്ടൺ മാർത്തോമാ ചർച്ചിൻ്റെ ഒരു പ്രത്യേകതയാണ് എല്ലാവർക്കും കാപ്പിയും ചായയും വേണം. അത് അത്രയും പേർക്കും കാപ്പിയും ചായ ഇടുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. കാരണം ഞാൻ കഴിഞ്ഞ ആഴ്ച അനുഭവിച്ചതാണ്. അപ്പോൾ അതും പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇവരെല്ലാവരും വന്ന് എത്തിയിരിക്കുമാണ്. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ക്രിസ്മസ് കരോളിനെ പറ്റി എന്താണ് അഭിപ്രായം? നമ്മുടെ ഈ വീട്ടിൽ കൂടുന്നത് നമുക്ക് വലിയൊരു അനുഗ്രഹമാണ്. സോ എല്ലാ വർഷവും ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും ഇവിടെ നമ്മുടെ ഡിന്നർ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നു, അവരത് ഹോസ്റ്റ് ചെയ്യുന്നു. സോ അതൊരു വലിയൊരു കുടുംബമായിട്ടാണ് നമ്മൾ കൂടുന്നത്. നമ്മുടെ ഫ്രണ്ട് സർക്കിൾ നമുക്കെല്ലാം ഒരു വലിയൊരു ബന്ധമാണ് നമുക്ക് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ ക്രിസ്മസ് സമയത്ത് നമുക്കത് വലിയൊരു ബ്ലെസ്സിംഗ് ആണ്. നമ്മുടെ ഫ്രണ്ട്ഷിപ്പും നമ്മുടെ ഫാമിലി റിലേഷൻഷിപ്പും ഒന്നും കൂടെ ഊട്ടി ഉറപ്പിക്കാൻ പറ്റുന്ന അതിനുവേണ്ടി അപ്പം ഇവിടെ ഇന്ന് ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയാണ് ഇത് റെഡിയാക്കുന്നത്. അതുപോലെ തന്നെ ഇനിയും ബാക്കി മെമ്പേഴ്സ് എല്ലാം വരാനുണ്ട്. അപ്പം ഇവർക്ക് തോന്നരുത് ഇവർ തനിയെ ഉള്ളതെന്ന്. അതുകൊണ്ട് എല്ലാം ഞങ്ങളൊക്കെ ഉപ്പൊക്കെ നോക്കാൻ വന്നതാണ്. ഞാൻ ഉപ്പൊക്കെ നോക്കാൻ വന്നതാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇവിടെ വന്നിരിക്കുവാണ്. അപ്പം നമ്മൾക്ക് എല്ലാവരോടുമായിട്ട് എന്താ പറയാനുള്ളത്? ഞങ്ങളുടെ കരോട്ടൺ മാർത്തോമാ ചർച്ച് ഡാളസിലാണ്. ഡാളസിൽ കരോട്ടൺ മാർത്തോമാ ചർച്ചിൻ്റെ വകയായിട്ടുള്ള ഈ ക്രിസ്മസ് എല്ലാവർക്കും ബ്ലെസ് ചെയ്യട്ടെ എന്നുള്ള അനുഗ്രഹം തരുന്നു ഞങ്ങൾ ആശീർവദിക്കുന്നു. മേരി ക്രിസ്മസ്, മേരി ക്രിസ്മസ്.
പൂർത്തീകരണമാകുന്ന കർത്താവ് ക്രിസ്മസ്. കർത്താവ് ഈ ദിവസങ്ങളൊക്കെയും ദൈവമേ അങ്ങയുടെ ദൈവമേ ജനനത്തെക്കുറിച്ചൊക്കെയും പാടി ഘോഷിക്കുമ്പോൾ കർത്താവെ അതിൻ്റെ പിന്നാലെയുള്ള ദൈവമേ പൂർത്തീകരണം ഓർക്കുവാനും അതിൻ്റെ പിന്നാലെയുള്ള അങ്ങയുടെ ത്യാഗം ഓർക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഓരോരോ ഭവനങ്ങളിൽ ദൈവമേ കയറി ഇറങ്ങുവാൻ ഇന്ന് ദൈവമേ കർത്താവെ അങ്ങ് ബലം തന്നല്ലോ കർത്താവെ അതോർത്ത് സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഈ പ്രിയ ഭവനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശിവ അങ്ങയുടെ മുമ്പാകെ സമർപ്പിക്കുന്ന കർത്താവെ നാളുകളൊക്കെയും അങ്ങ് നടത്തി പരിപാലിച്ച് അതോർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളെയൊക്കെയും ദൈവമേ അങ്ങ് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഷോണിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങൂടെ ഉണ്ടായിരിക്കണമേ. അങ്ങയുടെ ജ്ഞാനത്തിൽ വളരുവാൻ തമ്പുരാൻ സഹായിക്കണമേ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ ഞങ്ങൾ പിരിയുമ്പോൾ പിരിയാത്ത അങ്ങയുടെ സാന്നിധ്യം വസിക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. Pizza on the right. You want this? Okay. അപ്പവും മട്ടൺ കറിയും ഈ മട്ടൺ കറിയുടെ ടേസ്റ്റ് ഞാനിത് കഴിച്ചിട്ട് നോക്ക്, നിങ്ങൾ എൻ്റെ പ്ലേറ്റ് നോക്ക്. ഞാൻ ഫോർക്കിൽ കഴിക്കാൻ തുടങ്ങിയതാ, അത് മാറ്റി വെച്ച് കൈ കൊണ്ട് കഴിക്കാൻ തുടങ്ങി. ആദ്യത്തെ ട്രിപ്പ് കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് എടുത്തിരിക്കുകയാണ്. അടിപൊളി മട്ടൺ കറി. എനിക്കിത് വിവരിക്കാൻ പറ്റില്ല, വളരെ ടേസ്റ്റാണ്. ഇത്രയും ടേസ്റ്റുള്ള അപ്പവും മട്ടൺ കറി ഞാൻ അടുത്ത കാലത്ത് എങ്ങും കഴിച്ചിട്ടില്ല. ഒരു സങ്കടം മാത്രമേ ഉള്ളൂ, ഇതിന് ഞങ്ങൾക്ക് ചാൻസ് കിട്ടുന്നത് വർഷത്തിൽ ഒന്നേ ഉള്ളൂ. ആ ഒരു വിഷമമുണ്ട്. അതിന് ഇത് കുറച്ചും കൂടെ ഓപ്ഷനായിട്ട് ഉണ്ടാകും.